സുഹൃത്തുക്കളെ, സിദ്ദീഖ് മുണ്ടക്കലാണ്. 2 ദിവസമായി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇവിടെ RSS ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. എനിക്ക് പറയാനുള്ളത് അബിൻ വർക്കിയോടും കോൺഗ്രസിനോടുമാണ്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അനാവശ്യമായ മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റാണ്. അത് വളരെ പർപ്പസ്ഫുള്ളായി RSS നടത്തി വന്ന ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. അവർ 2015 മുതൽ കേരളത്തിലെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിനറിഞ്ഞോ അറിയാതെയോ കുറെ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ വശമതരായി എന്നുള്ളതും വസ്തുതയാണ്. ഈ ഹോളോകോസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥയുണ്ട്. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടക്കുരുതിയിലേക്ക് പോകാൻ നേരത്ത് ഈ ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടിയ കഥയുണ്ട്. ഹോളോകോസ്റ്റിലേക്കാണ് പോകുന്നത്. ഇവരെ കൊല്ലാൻ കൊണ്ടുപോയാണ്. അപ്പോഴും ഈ കൊല്ലാൻ കൊണ്ടുവന്ന ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടുകയാണ്. ആ അടികൂടുന്നത് പോലെയാണ് നാട്ടിലെ ക്രിസ്ത്യാനിയും മുസ്ലിമും അടികൂടുന്നത്. കാരണം ഇവരെ രണ്ടുപേരെയും ചേർത്ത് ഹോളോകോസ്റ്റിലേക്ക് കൊണ്ടുപോകാനാണ് RSSന്റെ രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അബിൻ വർക്കിയോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഇത് തുറന്നു പറയാൻ കാണിച്ചതിന് ആദ്യം താങ്കൾക്ക് അഭിവാദ്യങ്ങൾ. പക്ഷെ താങ്കളും താങ്കളുടെ പാർട്ടിയായ കോൺഗ്രസും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യ മഹാരാജ്യം ഏറ്റവും കൂടുതൽ ഭരിക്കാൻ അവസരം കിട്ടിയ പാർട്ടിയാണ് താങ്കളുടെ പാർട്ടി. ഇവിടെ നിരവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഈ രാജ്യത്ത് നിരവധി വർഗീയ കലാപങ്ങൾ ഗുജറാത്തിലും അഹമ്മദാബാദിലും സൂറത്തിലും മീറത്തിലും മുംബൈയിലും അടക്കം നിരവധി കലാപങ്ങൾ നടന്നു. അന്ന് കലാപത്തിന് നേതൃത്വം കൊടുത്തവരെയും അത് ആസൂത്രണം ചെയ്തവരെയും അതിൽ പങ്കെടുത്തവർക്കെതിരെയും കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിരുന്നുവെങ്കിൽ, കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് അത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥ അബിൻ വർക്കിക്കും കോൺഗ്രസിനും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്ക് ഭരിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം നിങ്ങൾ ചെയ്തത് സംഘ് പരിവാർ അനുകൂലികളായ ആളുകളെ രാജ്യത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലും അന്വേഷണ ഉദ്യോഗസ്ഥരായി നിയമിച്ചുകൊണ്ട് സംഘ് പരിവാറിന് അനുകൂലമായ രീതിയിലുള്ള ഒരു മണ്ണൊരുക്കി കൊടുക്കുന്ന പണിയാണ് കോൺഗ്രസ് ചെയ്തത്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗതി വരുമായിരുന്നില്ല. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. എല്ലാവർക്കും നന്ദി.